നമസ്കാരം. കേരളത്തിലെ VC നിയമനവുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ സംഘടനകൾ, പ്രത്യേകിച്ച് SFI ഇന്നൊരു സമര പരിപാടി ആഹ്വാനം ചെയ്യുകയുണ്ടായി. കേരള സർവകലാശാലയിലേക്കും കണ്ണൂർ, കോഴിക്കോട്, അതുപോലെ തന്നെ MG സർവകലാശാല എന്നീ സർവകലാശാലകളിലേക്കായിരുന്നു ഈ സമര പരിപാടി സംഘടിപ്പിച്ചത്. കേരള സർവകലാശാലയിലേക്ക് നടന്ന ഈ പ്രക്ഷോഭ പരിപാടിയിൽ നല്ല രീതിയിലുള്ള വിദ്യാർത്ഥി പിന്തുണയാണ് ലഭിച്ചത്. തിരുവനന്തപുരത്തെ കേരള സർവകലാശാലയുടെ ആസ്ഥാനത്തേക്ക് നടന്ന ആ സമര പരിപാടി വിജയമായിട്ടാണ് മാറിയത്. കേരളത്തിലെ ഒട്ടുമിക്ക വിദ്യാർത്ഥികളും കേരള സർവകലാശാലകളിലെ വിദ്യാർത്ഥികളും ഇതിൽ പങ്കാളികളായി എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. കേരളത്തിലെ സർവകലാശാലകളിൽ നടക്കുന്ന നിയമനങ്ങളും അനധികൃതമായി നടക്കുന്ന എല്ലാ നിയമനങ്ങൾക്കുമെതിരായി ഹൈക്കോടതി ഒരു വിധി പുറപ്പെടുവിക്കുകയുണ്ടായി. അതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു SFIയുടെ മാർച്ച്. ആ മാർച്ചിൽ SFIയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള ശിവപ്രസാദ് ഒരു വാർത്താ സമ്മേളനം നടത്തുകയുണ്ടായി. ആ വാർത്താ സമ്മേളനത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കിവിടെ കാണാം. ശിവപ്രസാദ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയാണ് ശക്തമായിട്ട് പ്രതിഷേധമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? നിങ്ങൾ കാണുന്നില്ലേ കേരളത്തിലെ വിദ്യാർത്ഥികളുടെ പ്രതിരോധം? ഇവിടെ മാത്രമല്ലല്ലോ, കേരളത്തിലെ 4 സർവകലാശാലകളിൽ അതിശക്തമായ പ്രതിരോധം കേരളത്തിലെ വിദ്യാർത്ഥികൾ ഉയർത്തുകയാണ്. ഇത് കേരളത്തിലെ SFI ഏതെങ്കിലും ഒരു സമരം മാത്രമായി നിങ്ങൾ ഇതിനെ കാണരുത്. ഇത് SFI നേതൃത്വം കൊടുക്കുന്ന കേരളത്തിലെ മതനിരപേക്ഷവാദികളും ജനാധിപത്യവാദികളുമായ മുഴുവൻ മനുഷ്യരും, കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പഠിക്കുന്നവർ, അവരുടെ രക്ഷിതാക്കൾ, ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഗുണഫലം അനുഭവിക്കുന്ന അവരുടെ ഉദ്യോഗസ്ഥർ, അധ്യാപകർ എല്ലാവരും ചേർന്നുള്ള ഐക്യസമര മുന്നണിയാണ്. ഇന്നില്ലെങ്കിൽ പിന്നെ ഇല്ല. നമ്മൾ ഉന്നത ശക്തമായ ഒരു സമരം തുടരുമ്പോൾ പോലും ഗവർണർ അദ്ദേഹത്തിന്റെ നിലപാടിൽ നിന്ന് എങ്ങോട്ടേക്കും മാറിയിട്ടില്ല. ഇവിടുത്തെ രജിസ്ട്രാർ ഉൾപ്പെടെ സസ്പെൻഡ് ചെയ്യാനുള്ള നീക്കവുമായി അദ്ദേഹം മുന്നോട്ട് പോകും. അദ്ദേഹത്തിന് മാറാൻ കഴിയില്ലല്ലോ. അദ്ദേഹം RSS അല്ലേ. RSSകാരന് എന്ത് ബോധമുള്ളത്? ആടിനെന്ത് ആടലോടെ എന്ന് പറയുന്ന പോലെയാണ് RSSകാരന് എന്ത് ബോധം? RSSകാരന് വല്ല ബോധമുണ്ടോ? വല്ല ബോധമുള്ളവൻ RSSൽ പോകും. അങ്ങനെ ഒരു ബോധമില്ലാത്തതുകൊണ്ടല്ലേ ഗവർണർ RSSകാരനായത്. ആ ബോധമില്ലാത്ത RSSകാരനായ ഗവർണറോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുമോ? അപ്പൊ സമരത്തിന് ചൂട് അദ്ദേഹം അറിയട്ടെ. കണ്ടതുപോലത്തെ പ്രതിഷേധം ഇനിയും തുടരുമെന്നാണ് അദ്ദേഹം ഗോവൻ കടൽ തീരത്തേറ്റ കാറ്റ് മാത്രമേ അടിച്ചിട്ടുള്ളൂ. ഗോവയുടെ കടൽ തീരത്ത് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം കിട്ടാതെ തെക്കോടത്ത് നടന്നപ്പോൾ അടിച്ച കാറ്റ് മാത്രമേ ഏറ്റിട്ടുള്ളൂ. കേരളത്തിൽ അതിശക്തമായ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ കാറ്റ് അദ്ദേഹം വെക്കാൻ പോകുന്നു. സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ പോലീസ് ബലം പ്രയോഗിച്ച് കൊണ്ടുപോകുന്നതാണ് കണ്ടത്. ഈ പോലീസിന്റെ നടപടി ഒരു ജനാധിപത്യപരമായിരുന്നു. സമരമാണ്. പോലീസ് ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടല്ലേ ഞങ്ങൾ സമരത്തിൽ വന്നത്. പോലീസ് ഇവിടെ തടയും എന്ന് ഉറപ്പിച്ചിട്ടല്ലേ ഞങ്ങൾ സമരത്തിൽ വന്നത്. ആ പ്രഖ്യാപിച്ച സമരം VC ഓഫീസ് ഉപരോധിക്കുക എന്നുള്ളതാണ്. എന്ത് പ്രതിബന്ധം ഉണ്ടെങ്കിലും ഞങ്ങൾ ഓഫീസ് ഉപരോധിക്കും തീരുമാനിച്ചു. ഞങ്ങൾ നടപ്പിലാക്കുമ്പോൾ പോലീസ് അവർ നടപടി സ്വീകരിക്കും. സ്വാഭാവികമാണ്. ഈ രീതിയിൽ തന്നെ തുടരും സമരം ഈ നിലയിൽ തന്നെ ശക്തമായി തുടരും. ഒരു സംശയം വേണ്ട. ഈ നിലയിൽ തന്നെ അതിശക്തമായ സമരം കേരളത്തിലെ SFI, കേരളത്തിലെ മുഴുവൻ മനുഷ്യരെയും ചേർത്ത്. ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി ഇവിടെ വന്നല്ലോ. CPM സംസ്ഥാന സെക്രട്ടറി മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ മതനിരപേക്ഷവാദികളെ മനുഷ്യർ ഞങ്ങളുടെ സമരത്തിനൊപ്പം. ജനാധിപത്യ സമരം. ആ സമരം മുന്നോട്ട് പോകും. SFIയുടെ സംസ്ഥാന പ്രസിഡന്റാണ് സംസാരിച്ചത്. ജനാധിപത്യപരമായ സമരമാണ്. സംസ്ഥാനത്തെ എല്ലാ ജനങ്ങളെയും ഒന്നിച്ചു നിർത്തി സമരവുമായി മുന്നോട്ട് പോകും എന്നാണ് ശിവപ്രസാദ് പറഞ്ഞത്. കേരളത്തിലെ ഗവർണർ സർവകലാശാലകളെ മുഴുവൻ RSS നിയന്ത്രണത്തിൽ വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾക്കെതിരായിട്ടായിരുന്നു ഈ സമര പരിപാടി. ഇപ്പോൾ കേരള സർവകലാശാലകളിലടക്കം 4 സർവകലാശാലകളിൽ മാത്രമാണ് സമരപരിപാടി ആസൂത്രണം ചെയ്തത്. എന്നാൽ തുടർന്നുള്ള ദിവസങ്ങളിൽ മറ്റ് സർവകലാശാലകളിലേക്കും സമരം വ്യാപിപ്പിക്കുമെന്നും അതിന് പിന്തുണ കൊടുത്തുകൊണ്ട് DYFIയും ഇപ്പോൾ രംഗത്ത് വന്നു. ഈ സമരപരിപാടിയിൽ തന്നെ CPIMന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള സഖാവ് MB ഗോവിന്ദൻ മാസ്റ്റർ അവിടെ വന്ന് അഭിവാദ്യം ചെയ്യുകയും ഉണ്ടായി.